ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മത്സരത്തിൽ കൊല്ലം കോർപ്പറേഷനിൽ ഇരവിപുരം തെക്കും ഭാഗത്തുനിന്ന് ജയിച്ചു വന്ന ഇസബെല്ലയോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. സാധാരണ ഒരു വീട്ടമ്മയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു ജനപ്രതിനിധിയായി മാറിയ ഒരു മാനസികാവസ്ഥയിലാണ് അല്ലേ? അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെ വോട്ടേഴ്സ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്ത 5 വർഷത്തേക്ക് നമ്മുടെ ഈ മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? മുൻ കൗൺസിലർ സുനിൽ ജോസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, വളരെ നല്ല വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഡിവിഷനിൽ നടന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ തുടർച്ചയെന്നോണം നമ്മുടെ ഡിവിഷനിൽ ബാക്കി കാര്യങ്ങൾ ചെയ്തു പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മെയിനായിട്ട് നമ്മുടെ ഡിവിഷൻ പ്രധാനമായിട്ടും അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. ഏറ്റവും വേഗത്തിൽ പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മളൊരു കുഴൽ കിണറുകൾ പാരലായിട്ട് നിർമ്മിച്ച് വാട്ടർ ലൈൻ അതുമായിട്ട് കണക്ട് ചെയ്ത് കുടിവെള്ളത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. രണ്ടാമത് പറഞ്ഞാൽ നമ്മുടെ ഇടറോഡുകളുടെ ഒക്കെ ഒരുപാട് ഇടറോഡുകൾ ഇനിയും ഇൻ്റർലോക്കിംഗ് സംവിധാനങ്ങളിലൂടെയൊക്കെ പോകേണ്ടതുണ്ട്. അത് ചെയ്ത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രധാന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഒരു ലേല ഷെഡ്. വർഷങ്ങളുടെ പഴക്കമുണ്ട് ആവശ്യത്തിന്. അതും ഈ പ്രാവശ്യം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക പരിഗണനയാണ്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ ഒരുപാടുള്ളൊരു മേഖലയായതുകൊണ്ട് അവരുടെ ഒരു വികസനത്തിനും അവരുടെ ജീവിതോപാധി ക്രമപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മേഖലയിൽ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം വനിതകൾക്ക് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള പരിശീലനം കൊടുക്കുന്നതിലൂടെ, സംരംഭങ്ങൾ തുടങ്ങാൻ സാമ്പത്തികമായ പിന്തുണ ഉൾപ്പെടെയുള്ള പ്രോത്സാഹനം കൊടുക്കുന്നതിലൂടെ അവരുടെ ഒരു ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളും കൂടുതലായിട്ട് ആലോചിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു വനിതാ സൊസൈറ്റി, നമുക്ക് ഒരു കെട്ടിടം വലിയ ഉപയോഗമില്ലാതെ കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ ഏറ്റെടുത്ത് കോർപ്പറേഷൻ വഴിയായി ഏറ്റെടുത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നൊരു പരിഗണനയും എനിക്കുണ്ട്. ഈ വരുന്ന 5 വർഷം കൊണ്ട് മാക്സിമം നമ്മുടെ ഡിവിഷനിലെ ജനങ്ങളുടെ ജീവിതക്രമം അത് മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതലായി ഏർപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്നു. പിന്നെ ഏറ്റവും പ്രയറായിട്ട് വരുന്നത് കുടിവെള്ളം, ലൈറ്റുകളുടെ മെയിൻ്റനൻസ്, റോഡുകളുടെ മെയിൻ്റനൻസ്. ഇതൊക്കെയാണ് ആൾക്കാർ സ്ഥിരമായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന പരാതികളെന്ന് പറയുന്നത്. അതിനൊക്കെ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ വളരെ നിസ്സാരമെന്ന് മറ്റുള്ളവർക്ക് തോന്നും, പക്ഷെ അത് അനുഭവിക്കുന്നവർക്കത് വലുതായിരിക്കും. അപ്പോൾ അവരുടെ കൂടെ നിന്ന് അതിനെന്തെങ്കിലുമൊക്കെ പരിഹാരം ചെയ്തു കൊടുക്കാൻ എൻ്റെ ഈ ഒരു സ്ഥാനം കൊണ്ട് എനിക്ക് സാധിക്കുമെങ്കിൽ അതാണ് ഞാൻ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്, മാക്സിമം ആഗ്രഹിക്കുന്നത്. വലിയ സന്തോഷം. കൗൺസിലർ ഇസബെല്ലയ്ക്ക് എല്ലാവിധ ആശംസകളും കൊല്ലം സ്റ്റോറീസ് നേരുകയാണ്. ഇസബെല്ലയുടെ അടുത്തു നിന്നും കൊല്ലം സ്റ്റോറീസിന് വേണ്ടി സന്തോഷ് ഇരവിപുരം, കൊല്ലം സ്റ്റോറീസ്.